അല്പസമയം മുമ്പാണ് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ ഈ കേസിന്റെ വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്. കലയെ കാണാതായ സമയത്ത് തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന് SP പറഞ്ഞു. ഭർത്താവ് അനിൽകുമാറിന്റെ ബന്ധുക്കളും അല്ലാത്തവരും കസ്റ്റഡിയിലുണ്ട്. കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും ആലപ്പുഴ SP അറിയിച്ചു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. അമ്പലപ്പുഴയാണ് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടതിന് ശേഷം അത് മാന്നാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടേക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിലാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് നമ്മളിന്ന് തെരഞ്ഞത്. ഇപ്പോൾ 5 പേരാണുള്ളത്. അപ്പോൾ അവരെ ഈ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് കസ്റ്റഡി എടുത്തത്. നമ്മൾ സംശയിക്കുന്നുണ്ട്. പിന്നെ അയാളെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്, എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പം മർഡറിന് FIR ഇടുന്നത്. മനീഷ് മഹിബാൽ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഈ കേസിൽ പ്രധാനപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇതിനോടകം അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് കരുതാമോ? ഈ ഭർത്താവ് മാത്രമാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. മറ്റുള്ളവർ ഈ തെളിവ് നശിപ്പിക്കുന്നതിനും ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിനും ഒക്കെയായി കൂട്ടുനിന്നവർ എന്ന നിലയിലാണോ നമ്മൾ കാണേണ്ടത്? എങ്ങനെയാണ് ഇത്രയും വർഷത്തിന് ശേഷം ഈ സത്യം, അത് കുഴിച്ചുമൂടിയ സത്യം പുറത്തു വരുന്നത്? അതിൽ ഇടപെട്ടവരുടെ പങ്കും പ്രധാനപ്പെട്ടതാണല്ലോ. വിജയകുമാർ, അല്പനിമിഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ, ഈ കൊലപാതകം എവിടെ വെച്ച് നടത്തി, ഈ ഒപ്പം തന്നെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ അവർ പറയുന്നില്ല. അതിൻ്റെ കാരണം ഇത് അന്വേഷണത്തെ ബാധിക്കും. കാരണം ഇത് അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് ചില വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് ഈ അന്വേഷണത്തെ ബാധിക്കും. ഒപ്പം തന്നെ ഈ കേസിലെ പ്രധാന പ്രതി എന്ന പോലീസ് നിഗമനത്തിലുള്ള അനിൽകുമാർ ഇപ്പോൾ വിദേശത്താണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള സജീവ ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഈ ഘട്ടത്തിൽ പോലീസിന് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കില്ല. നമുക്ക് കിട്ടിയ ചില വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതായത് നിലവിൽ കസ്റ്റഡിയിലുള്ള 5 പേരാണ്. ഈ 5 പേരുടെ പേര് വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നില്ല. പകരം ഇത് സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലാത്തവരുമൊക്കെ തന്നെ ഈ ലിസ്റ്റിലുണ്ട്. 10-ലധികം ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയുള്ള 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ആ 5 പേരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് സുരേഷ്, ജിനുരാജൻ, പ്രമോദ്, സന്തോഷ് എന്നിവരുടെ പേരുകൾ ഈ 5 പേരിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് അന്വേഷിക്കുന്നത് ഇതിനെ സഹായിക്കാൻ, അതായത് കൊലപാതകം നടത്തിയ ശേഷം വീണ്ടും പലതരത്തിലുള്ള സഹായങ്ങൾ ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രതി വലിയൊരു കഥ തന്നെ മെനഞ്ഞു. ഒരു നാട് മൊത്തം വിശ്വസിക്കുന്ന രീതിയിൽ ഈ തൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന വലിയ കഥ മെനഞ്ഞു. ഇനി അങ്ങനെ ഒരു കഥ ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് പാലക്കാട് പോയ യുവതിയെ എറണാകുളത്ത് എത്തിച്ച ശേഷം എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്ര, ഈ എറണാകുളത്തേക്ക് പ്രതി പോയതൊരു വാടകയ്ക്കെടുത്ത കാറിലാണ്. ഒറ്റയ്ക്ക് പോയ ശേഷം ആലപ്പുഴയിലേക്കുള്ള യാത്രാ മധ്യയിൽ വെച്ച് കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പിന്നീട് വീട്ടിലെത്തി ബന്ധുക്കളുടെ സഹായത്തോടെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടി. ഈ സെപ്റ്റിക് ടാങ്കിന് പകരം പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു സെപ്റ്റിക് ടാങ്ക് പണിതു. അത് പ്രവർത്തനമാക്കി. മറ്റേ സെപ്റ്റിക് ടാങ്കിൽ നിന്നും പലപ്പോഴായി മൃതദേഹങ്ങൾ മാറ്റി. ഒപ്പം തന്നെ മൃതദേഹം നശിച്ചു പോകാൻ വേണ്ടി പല രാസപദാർത്ഥങ്ങളും അതിൽ നിക്ഷേപിച്ചു തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും പോലീസ് വിട്ടു പറയുന്നില്ല. ഒപ്പം തന്നെ ഇസ്രയേലിലുള്ള പ്രതിയെ നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും നിലവിൽ അയാളെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പോലും പറയുന്നില്ല. അയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മാത്രമാണ് പോലീസ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഊമക്കത്താണോ, അതായത് അമ്പലപ്പുഴ പോലീസിലാണ് ഇവരെ ലഭിക്കുന്നത്, ഊമക്കത്തിൻ്റെ രീതിയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ ഇവരെ ലഭിച്ചതെന്ന ചോദ്യത്തിന് ജില്ലാ പോലീസ് മേധാവി മറുപടി നൽകിയത് ആ സോഴ്സ് വെളിപ്പെടുത്തിയാൽ ആ സോഴ്സിനെ പോലും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളാണ്, നിലവിൽ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയുടെ ഭാര്യ തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ സുപ്രധാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളെയും പ്രധാനപ്പെട്ട പോലീസിൻ്റെ അന്വേഷണ നടപടികൾ തുടരും. വിജയകുമാർ. യെസ്, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ SP മാധ്യമങ്ങളെ കണ്ടു. ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഈ അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ കൈമാറിയ ഒരു സോഴ്സുണ്ട്. അവരിലേക്ക് തൽക്കാലം മാധ്യമങ്ങളെ അയക്കേണ്ടതില്ല എന്നുകൂടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വിവരങ്ങൾ തൽക്കാലം രഹസ്യമായിരിക്കട്ടെ, അവരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്.